നെയ്തെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മാൾ, പാൻ ബസാർ, തിരൂർ. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. BP അങ്ങാടി ഗേൾസ് ഹൈസ്കൂളിന് പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. BP അങ്ങാടി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി ചെലവിൽ നിർമ്മിച്ച കെട്ടിടത്തിന്റെയും നവകേരള കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3.9 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെയും ഉദ്ഘാടനം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനിലൂടെ നിർവഹിച്ചു. MLA കുറുക്കോളി മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അസ്ലം മുഖ്യാതിഥിയായി. എല്ലാവർക്കും നമസ്കാരം. മലപ്പുറം ജില്ലയിലെ പ്രമുഖ വിദ്യാലയങ്ങളിലൊന്നായ BP അങ്ങാടി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വികസന യാത്രയിൽ ഇന്ന് അവരുടെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ തുടർച്ചയായി വിദ്യാകരണം മിഷനിലൂടെ ലോക നിലവാരത്തിലുള്ള സൗകര്യങ്ങളാണ് ഓരോ സർക്കാർ വിദ്യാലയങ്ങളിലും നമ്മൾ ഒരുക്കി വരുന്നത്. ഇതിന്റെ ഭാഗമായി 23-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ പുതിയ കെട്ടിടമെന്ന് ഔദ്യോഗികമായി നാടിന് സമർപ്പിക്കുകയാണ്. അതോടൊപ്പം നവകേരളം കർമ്മ പദ്ധതി വിദ്യാകരണ മിഷന്റെ ഭാഗമായി 3.9 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന അത്യാധുനിക പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനവും നിർവഹിക്കപ്പെടുന്നു. ഏതാണ്ട് 5 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ വിദ്യാലയത്തിൽ നടക്കുന്നത്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്കും സർക്കാർ നൽകുന്ന വലിയ പരിഗണനയുടെ അടയാളമാണിത്. മികച്ച ക്ലാസ് മുറികളും ലാബുകളും മറ്റു ഭൗതിക സാഹചര്യങ്ങളും ഒരുങ്ങുന്നതോടെ BP അങ്ങാടി സ്കൂൾ മികവിന്റെ കേന്ദ്രമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ജനപ്രതിനിധികൾ, വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കും സ്കൂൾ മാനേജ് കമ്മിറ്റിക്കും PTA-ക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ നേരുന്നു. ഈ പരിപാടി എല്ലാ അർത്ഥത്തിലും വലിയ വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഏറെ സന്തോഷത്തോടുകൂടി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. വേദിയിലും സദസ്സിലുമായിട്ടുള്ള രക്ഷിതാക്കൾ, അധ്യാപകന്മാർ, സർവോപരി എന്റെ പ്രിയപ്പെട്ട കുട്ടികൾ, വളരെയേറെ സന്തോഷമുണ്ട്. നിങ്ങളുടെ മുഖത്തിന്റെ തിളക്കവും ആ പുഞ്ചിരി വേദിയിലുള്ള ഞങ്ങളെ കൂടി സന്തോഷിപ്പിക്കുന്നുണ്ട്. അതിന് കാരണം എന്താണ് എന്ന് വ്യക്തമാണ്. ഒരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല. അടുത്ത ദിവസം മുതൽ പുതിയ കെട്ടിടത്തിലേക്ക് 3 ക്ലാസ്സിലേക്കാണെങ്കിലും കുട്ടികൾക്ക് പ്രവേശനം ലഭിക്കാനിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, അതിലേക്കുള്ള ഫർണിച്ചർ നൽകണമെന്ന് ഞാൻ ബഹുമാനനായ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രിയപ്പെട്ട സുഹൃത്ത് അസിനോട് പറഞ്ഞു. അപ്പോ ഇതിനേക്കാൾ വലിയ കരഘോഷത്തിന് അവസരമുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യുകയാണ്. ഈ വിദ്യാലയം നമ്മുടെ ജില്ലയിലെ തന്നെ വിദ്യാലയങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രായമുള്ള ഒരു സ്ഥാപനം, മുത്തശ്ശി സ്ഥാപനം എന്ന് പറയാം. എന്നാൽ മുത്തശ്ശി ആയതുകൊണ്ട് അങ്ങനെ പേര് പറയുന്നു എന്ന് കരുതി ജരാന്തരങ്ങളൊന്നും വന്ന് ബുദ്ധിമുട്ടുന്ന സ്ഥാപനമല്ല. അങ്ങനെ കരുതണ്ട. വിദ്യാലയങ്ങൾക്ക് പ്രായം കൂടുന്തോറും യുവത്വം വർദ്ധിക്കുകയാണ് ചെയ്യുക. ഞാൻ പ്രിയപ്പെട്ട മുഹമ്മദ് ഭായി സാഹിബിനെയും അതുപോലെ അദ്ദേഹത്തിന്റെ അഷ്റഫിനെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാം. ആദ്യം പ്ലാൻ ഫണ്ടിൽ നിന്ന് തുക കിട്ടിയപ്പോൾ അത് നിങ്ങളുടെ സ്കൂളാണ്. ആ സ്കൂൾ കെട്ടിടമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. ബഹുമാനായ എന്റെ മുമ്പേ MLA ആയിരുന്ന എന്റെ ബഹുമാനായ സഹപ്രവർത്തകൻ C. മമ്മൂട്ടി സാഹിബിന്റെ പരിശ്രമപരമായിട്ടാണ് കിഫ്ബിയിൽ നിന്ന് 3 കോടി രൂപ കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടി കിട്ടിയത്. പക്ഷേ അതിനിപ്പോ തർക്കമിടുന്നുള്ളൂ. 5 കൊല്ലം മുമ്പ് 6 കൊല്ലം മുമ്പ് കിട്ടിയത് ആ തുക ചെലവുണ്ട്. അങ്ങനെ പറയും, ഇങ്ങനെ കിട്ടൂല. പല നൂലാമാലകളുണ്ടായി. പിന്നെ അത് വന്നു, ഞാൻ എന്നെ നിങ്ങളെ ഇപ്പോഴത്തെ പ്രതിനിധിയായി ജനങ്ങൾ തെരഞ്ഞെടുത്തു. ഇതുമായി ബന്ധപ്പെട്ട് അതിനുള്ള പരിശ്രമം നടത്തിയപ്പോൾ പറഞ്ഞു ആ തുക പോരാ. അപ്പൊ എന്റെ പേരിൽ പരിശ്രമം കൊണ്ട് 90 ലക്ഷം കൂടി ജ്വലിപ്പിച്ചു. ഇങ്ങനെ 4 കോടി 30 ലക്ഷം രൂപ ചെലവിലാണ് ഈ പണി ആരംഭിക്കുന്ന കെട്ടിടത്തിന്. തർക്കല് മന്ത്രി ഇടുന്ന ഈ കെട്ടിടം ഇങ്ങനെ വിവിധ തലങ്ങളിൽ നിന്നുള്ള പണം സ്വരൂപിച്ചുകൊണ്ടാണ് നമുക്ക് ആരംഭിക്കാൻ സാധിച്ചത്. ഇതിനടുത്ത് ഒരു വലിയ ഔദാര്യവാനായിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അറിയപ്പെടുന്ന പാറപ്പുറത്ത് ബാബ ഹജ്, അദ്ദേഹം 50 ലക്ഷം രൂപ എന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഒരു 50 ലക്ഷം രൂപ ഞാൻ നിങ്ങൾക്ക് തരാം.
എനിക്കെടുക്കാനല്ല. ഈ മണ്ഡലത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നല്ല കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളെ ഞാൻ അധികാരപ്പെടുത്തുന്നു. 50 ലക്ഷം രൂപ, 1/2 കോടി രൂപ ഞാൻ തന്നെ യോജിപ്പോയി. അവസാന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴാണ് അത് ഏതിനെ ഉപയോഗിക്കാമെന്നത് പൂർണ്ണമായി എനിക്ക് ചുമതല. ഞാൻ ചോദിച്ചു, വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൊടുത്താലോ? വളരെ സന്തോഷം. നിങ്ങളെ പഞ്ചായത്തിൽ തന്നെ മറ്റൊരു സ്കൂളിൽ കൊടുത്താലോ? അതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പൊ ഞാൻ തീരുമാനിച്ചു, മുഹമ്മദ് വായിന്റെ ശല്യം ഒരു കുറയും ചെയ്യും. ഈ ജില്ല പഞ്ചായത്തുകാരനായ ബാബ ഹാജിക്ക് ഈ പഞ്ചായത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ തുക കൊണ്ട് ഒരു സ്ഥാപനം ഉണ്ടാക്കുക. നിങ്ങൾക്ക് ക്ലാസ് റൂം തരാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഒരു 50 ലക്ഷത്തിന്റെ പണി കൂടി ഈ കെട്ടിടത്തിന് മേലെ തുടങ്ങാനിരിക്കുകയാണ്. ആ സന്തോഷം കൂടി ഞാൻ നിങ്ങളെ അറിയിക്കാനിരിക്കുകയാണ്. 2 ക്ലാസ് റൂം ഈ തുക ഉപയോഗിച്ച് ചിലപ്പോൾ 3 ക്ലാസ് റൂം തന്നെ ആയിപ്പോഴായില്ല ഇവിടെ നിർമ്മിക്കാൻ പോകുന്ന വിവരം കൂടി ഞാൻ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കാം. അതുപോലെ ഭാഗ്യവാന്മാരാണ്. ഞാൻ ആ കുട്ടികളെ അത് പേരിലാണെന്ന് അറിയില്ല. വളരെ വിഷമം ഞാൻ വന്നു. ഇവിടെ പൂവ് കൊടുത്തപ്പോ ഒരു തിരിച്ചു കൊടുത്തു, 2ാമത്തെ ആളും തിരിച്ചു കൊടുത്തു. ഇനി എന്തായാലും വേണ്ടിയാണ് കരുതിയിട്ട് 3ാമത്തെ ആൾ വാങ്ങൂലെന്ന് കരുതിയിട്ട് ഇങ്ങനെ വന്നത്. എങ്ങനെയായിരുന്നാലും സന്തോഷം അത് വാങ്ങി വെച്ചു. അപ്പൊ അതുകൊണ്ട് വളരെ സന്തോഷം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ബഹുമാനായ നിയോജക മണ്ഡലം MLA, അതുപോലെ തന്നെ ഈ സ്കൂളിന് വേണ്ടി എല്ലാ കാര്യങ്ങളിലും സജീവമായി ഇടപെടുന്ന ബഹുമാനായ അതുപോലെ തന്നെ വിവിധയിലുള്ള ജില്ലാ പഞ്ചായത്തിൻ്റെ ഈ ഡിവിഷൻ്റെ മെമ്പർ കൂടിയായിട്ടുള്ള ആരതി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ്, ഇവിടെ സ്വാഗതം പറഞ്ഞ മുഹമ്മദ് അഷ്റഫ് അടക്കമുള്ള രീതിയിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ, നല്ലവരായ അധ്യാപകരെ, വിദ്യാർത്ഥിനികളെ, സുഹൃത്തുക്കളെ, ഞാൻ ഏതായാലും വലിയൊരു പ്രസംഗത്തിലേക്കൊന്നും പോകുന്നു. നമ്മുടെ ഈ സ്കൂളിന് 1 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടൊരു പുതിയ കെട്ടിടവും, അതുപോലെ തന്നെ 4 കോടിയിലധികം വരുന്ന ഒരു പുതിയ കെട്ടിടത്തിന് തറക്കല്ലിടാനും, അതുപോലെ തന്നെ സ്പോൺസർഷിപ്പിലൂടെ 50 ലക്ഷത്തിൽ വേറൊരു ഇതിന് മേലേക്കൊരു കെട്ടിടം ഉണ്ടാക്കുമെന്ന് മന്ത്രികൾ നമ്മുടെ MLA ഇവിടെ പറയുകയുണ്ടായി. അപ്പോൾ ഏതായാലും ഇങ്ങനെ പരിപാടിയിൽ സംബന്ധിക്കാൻ സാധിച്ചതിൽ സന്തോഷം. ജില്ലാ പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി വന്നിട്ട് പറഞ്ഞ സമയമായിട്ടുണ്ട്. സ്വാഭാവികമായും വിദ്യാഭ്യാസ രംഗത്ത് സമൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. പഴയകാലം പോലെ ഇവിടെ MLA പറഞ്ഞതുപോലെ പഴയകാലത്ത് ഒത്തുപള്ളിയായി തുടങ്ങി പിന്നെ എത്രയോ ഉയരങ്ങളിലേക്ക് ഉയരാൻ ഈ സ്കൂളിൽ സാധിച്ചിട്ടുണ്ട്. ഇനിയും വലിയ ഉയർച്ചയിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. നമ്മുടെ സ്കൂളിന്റെ സ്ഥലപരിധിയും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക. ഏതായാലും ഇതിന്റെ ഫർണിച്ചറും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ജില്ലാ പഞ്ചായത്ത് ചെയ്യണമെന്ന് MLA ഇവിടെ പറയുകയുണ്ട്. ഏതായാലും അതിനു വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഉറപ്പ് തരും. നമുക്കിനി കൂടുതൽ ചെയ്യാറില്ല. വിദ്യാഭ്യാസ രംഗത്ത് ജില്ലയിലെ കുറേ സ്കൂളുകളുണ്ട്, അതുപോലത്തെ ആരോഗ്യ ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സ്കൂളുകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എല്ലാത്തിനും അതിൻ്റെതായ രൂപവും ഭാവവും ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ജില്ലയിൽ ഇപ്പം എന്നോട് MLA സംസാരിച്ചു, നിങ്ങൾ വ്യക്തമായ മാസ്റ്റർ പ്ലാനോട് കൂടി മുന്നോട്ട് പോകണമെന്നാണ്. എല്ലാ സ്കൂളുകളും അതിൻ്റെതായ നിലയിൽ ഉയർത്തിക്കൊണ്ടുവരാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കണമെന്നാണ് MLA പറഞ്ഞത്. സ്വാഭാവികമായി ഞങ്ങൾ ജില്ലാ പഞ്ചായത്തിൽ ആലോചിച്ചിരുന്നു ഒരു എഡ്യൂക്കേഷണൽ കോൺക്ലേവ് സംഘടിപ്പിക്കാൻ. വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ തൊഴിലുറപ്പ് മന്ത്രി വി ശിവൻകുട്ടി അവർ, അതുപോലെ തന്നെ നമ്മുടെ മുഖ്യ അതിഥിയായി എത്തിയിട്ടുള്ള മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ PK അസുഖ അവർ, നമ്മുടെ ഈ പദ്ധതി വിശദീകരിക്കുന്ന വിദ്യാർത്ഥികളുടെ കോർഡിനേറ്റർ ശ്രീ സുരേഷ് കോളശ്ശേരി,
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗോപൻ മുക്കുളത്ത്, അതുപോലെ തന്നെ വേദിയിൽ സന്നിധരായിട്ടുള്ള ഒരു ചെറിയ സങ്കടം നമ്മുടെ സ്കൂളിലുണ്ട്. ഞാൻ ഈ സ്കൂളിൻ്റെ കായിക അധ്യാപികയുമായി സംസാരിച്ചപ്പോൾ നമുക്കറിയാം, കായിക തലങ്ങളിൽ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലൊക്കെ സ്വർണ്ണ മെഡലുകൾ നേടിയ ഒരു സ്കൂളാണ്. പക്ഷേ അതിന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്റ്റേഡിയം നമുക്കില്ല എന്നുള്ളത് ഏറ്റവും വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണ്. ഞാൻ കൂടുതലായി നീട്ടി പറയുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രതിനിധികൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ സ്കൂളിൽ ഇനി ആവശ്യമുള്ള ബിൽഡിങ്ങുകളൊക്കെ നമ്മൾ അനുവദിച്ചു. ഒരു ബിൽഡിങ്ങിൻ്റെ പണി പൂർത്തീകരിച്ചു. ഒരു ബിൽഡിങ്ങിൻ്റെ തറക്കല്ലിൽക്കർമ്മ ഇവിടെ നടന്നു. നമുക്കിനി വേണ്ടത് ഈ സ്കൂളിൽ ഒരു സ്റ്റേഡിയമാണ്. ഇവിടുത്തെ കുട്ടികളെ കൊണ്ട് ഈ കായിക അധ്യാപിക പുറത്തുള്ള സ്റ്റേഡിയങ്ങൾ ആശ്രയിച്ചിട്ടാണ് പരിശീലനത്തിന് പോകുന്നത്. അതിനൊരു പരിഹാരം കൂടി നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ MLA ഭാഗത്തും ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമവും ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എന്റെ ഭാഗത്ത് ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നിർത്തുന്നു. നന്ദി. പ്രിയപ്പെട്ട സുന്ദരികളെ, നിങ്ങൾക്ക് ബോറടിച്ച് തുടങ്ങിയിട്ടുണ്ട് അല്ലേ? നിങ്ങൾ മുഖത്തുനിന്ന് അത് കാണാനുണ്ട്. ഞാൻ ഒരുപാടൊന്നും സംസാരിക്കുന്നില്ല. ആദ്യം തന്നെ ഇത്തരത്തിലൊരു മനോഹരമായ ചടങ്ങിന്റെ ഭാഗമാകാൻ സാധിച്ചതുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയാണ് നിങ്ങൾ ഓരോരുത്തരും ഈ സ്കൂളിലേക്ക് കടന്നു വരുന്നത് അല്ലേ? അതുപോലെ തന്നെയാണ് നിങ്ങളുടെ രക്ഷിതാക്കൾ നിങ്ങളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നത്. ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നിങ്ങൾക്ക് ഉറപ്പുവരുത്തുക, അതുപോലെ തന്നെ അതിനു വേണ്ട മികച്ച അന്തരീക്ഷം ഒരുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ അധ്യാപകർക്കും അതുപോലെ തന്നെ ജനപ്രതിനിധികളായ ഞങ്ങൾ ഓരോരുത്തരുടെയും കടമ എന്ന് പറയുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ MLA സൂചിപ്പിച്ചു, ആവർത്തിച്ചു പറഞ്ഞൊരു വാചകമുണ്ട്. എന്താണ് ഓർമ്മയുണ്ടോ? നിങ്ങളാണ് നാളെയുടെ പ്രതീക്ഷ എന്ന് പറയുന്നത്. നിങ്ങളിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ഓരോരുത്തരും നാളെയുടെ വാഗ്ദാനങ്ങളാണ്. നിങ്ങളിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞാനും നിങ്ങളെപ്പോലെ ഒരു വിദ്യാർത്ഥിനിയാണ്. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സൈനുദ്ദീൻ, തലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP മുബാറക്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഷെരീഫ് അബി, ആരതി പ്രദീപ്, വാർഡ് മെമ്പർമാരായ CP ബാപ്പുട്ടി, രവി, വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ P മുഹമ്മദ് അലി, VHSC പ്രിൻസിപ്പൽ സെറീന, ഹെഡ്മിസ്ട്രസ് സുധാവി, മുൻ PTA പ്രസിഡന്റ് മുഹമ്മദ് കോയ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എന്നിവർ പ്രസംഗിച്ചു. PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് M മുഹമ്മദ് അഷ്റഫ് സ്വാഗതവും HSS പ്രിൻസിപ്പൽ അബ്ദുറൌഫ് നന്ദിയും പറഞ്ഞു. വിവിധ മേഖലകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. എല്ലാവിധ ചർമ്മരോഗങ്ങൾക്കും ചർമ്മ പരിചരണത്തിനും ഏറ്റവും മികച്ച ചികിത്സ. ലേസർ ഹെയർ റിമൂവൽ, ഹൈഡ്രാ ഫേഷ്യൽ, ലേസർ ടാറ്റു റിമൂവൽ, കാർബൺ പീൽ ട്രീറ്റ്മെന്റ്, ഹെയർ ട്രീറ്റ്മെന്റുകൾ, ചർമ്മത്തിലുണ്ടാകുന്ന പാടുകൾ മാറ്റുന്ന വിറ്റലിഗോ സർജറി, കോസ്മെറ്റിക് ഗൈനക്കോളജി തുടങ്ങി ചർമ്മ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരം. ടു ലുക്ക് ഗുഡ് നൗ ആൻഡ് എവർ ആഫ്റ്റർ. Assisia Health Plus, Advanced Skin and Aesthetic Center, പൊറ്റത്തപ്പടി, തിരൂർ.